ഹായ് എവ്രി വൺ 180 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 6 ആയിരുന്നു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഒരു ടാസ്കും ചെയ്തിട്ടില്ല. വളരെയധികം ടയേർഡായിരുന്നു. മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ഞാൻ ടയേർഡായിരുന്നു. എനിക്ക് ഒന്നിനും എനർജി ഇല്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു ഇറിറ്റേഷൻ, സങ്കടം, റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക. പഴയ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ഞാൻ പോലും അറിയാതെ ഞാൻ തിരിച്ചു പോയി. പക്ഷെ കുറച്ചു മുന്നേ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോയി. മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത്. സോ ഇന്നത്തെ ദിവസം തീരാൻ ഇനിയും കുറേ ടൈമുണ്ട്. ഞാൻ എന്തായാലും ഈ ചലഞ്ച് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും. ഈ ദിവസം തീരാൻ ഇനി ഒരുപാട് മണിക്കൂറുണ്ടല്ലോ. എനിക്കാകെ 10 ടാസ്കേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് എൻ്റെ റൂമൊക്കെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് എനിക്കിന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ എന്തായാലും എൻ്റെ സെൽഫിൽ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഇറിറ്റേഷൻ വന്നു. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ആദ്യത്തെ ഒരു മോട്ടിവേഷനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്നെ ക്യാച്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷേ ഇന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ ഞാൻ എൻ്റെ സെൽഫിനെ അബാൻഡൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക്. അതെനിക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഞാനൊരിക്കലും ഈ ചലഞ്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് 180 ഡേയ്സ് വീഡിയോ ചെയ്യണം. എനിക്ക് എൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. അത് ഞാൻ ചെയ്തിരിക്കും. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുന്നതിന് മുന്നേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യും. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ മൈ സെൽഫ്. സോ ഐ എം ഗോയിങ് ടു ക്ലീൻ മൈ റൂം. ഇതെൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ നടന്നാലും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നടന്നാൽ അതൊക്കെ ഞാൻ എഴുതി ഇതിനകത്തേക്ക് ഇടും. പിന്നെ ഞാൻ ഭയങ്കര സാഡൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഞാൻ എടുത്തു വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങളുണ്ടെന്ന് ഇതെന്നെ ഓർമ്മപ്പെടുത്തും. ഇതെനിക്ക് ഇത്ര നാളായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്ക്. ഞാൻ ചുമ്മാ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണിച്ചെന്നാണ്. സോ എൻ്റെ റൂമൊക്കെ ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി പോയി എനിക്ക് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഫ്രഷായി വന്നിട്ട് ബാക്കി ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കണം. റൂമൊന്ന് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ. എന്തോ ഒരു എനർജി റിലീസായി പോയ പോലെ. സോ ബാക്കി പരിപാടി നോക്കട്ടെ. മൈ ഹാർട്ട് ഫീൽ സോ ഹെവി. വളരെ വളരെ ഹെവി ആയിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ മീ. ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ മൈ ഡ്രീംസ്. എൻ്റെ മനസ്സ് വളരെയധികം അസ്വസ്ഥമാണ്. വളരെയധികം സങ്കടം വരുന്നുണ്ട്. കുറേ നേരം ഞാൻ പുറത്തു കൂടെ പോയി നടന്നു, കുറച്ച് വെള്ളം കുടിച്ചു, കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. എനിക്കിപ്പോൾ കുറേ സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്. ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽ ആവുന്നുണ്ട്. സങ്കടം വരുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അങ്ങനെ കുറേ ഇമോഷൻസാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എല്ലാം റെഡി ആവണമല്ലോ. എനിക്കറിയാം ഞാൻ എൻ്റെ ലൈഫ് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് സീറോന്ന്. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹെൽത്ത് റെഡിയാക്കാനുണ്ട്, ഫൈനാൻഷ്യലി സെറ്റ് ആവാനുണ്ട്, സ്കിൽസ് ബിൽഡ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ റെഡി ആവാനുണ്ട്, കുറേ എന്നെ ഹീൽ ചെയ്യാനുണ്ട്. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ so much pain inside me. I feel so tired right now. But I promise myself that I will come out of this. I will heal me. എന്ത് വന്നാലും, എന്ത് ചെയ്യേണ്ടി വന്നാലും, എത്ര ദൂരം പോകേണ്ടി വന്നാലും I will do that for me. I will help me. I will heal me. I will be there for me. ഇത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും എനിക്ക് ഫീൽ ഗുഡായിട്ടൊന്നും ഇരിക്കാൻ കഴിയില്ല. കുറേ ഇമോഷൻസ് വരുന്നുണ്ട്, റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഫീൽ ചെയ്യും. പക്ഷെ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫിൻ്റെ ഓരോ ഫേസിൽ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. എനിക്കിത് ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. റിയൽ വേൾഡിലേക്ക് നമ്മൾ ഇറങ്ങി ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പല റിയലൈസേഷൻസും പല കാര്യങ്ങളും വരുമല്ലോ. സോ ഐ എം ഫീലിംഗ് സോ സാഡ് റൈറ്റ് നൗ. ബട്ട് ഐ വിൽ നെവർ ഗിവ് അപ്പ് ഓൺ ദിസ് വുമൺ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദിസ് വുമൻ ഹാപ്പി. ഈ ആളൊന്ന് ചിരിച്ച്, ഈ ആളൊന്ന് മനസ്സ് തുറന്നൊന്ന് സന്തോഷമായിട്ടിരിക്കുന്ന കാരണം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം, നല്ലൊരു ലൈഫ് ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ പേഴ്സണ് കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഷീ ഡിസേർവ് love, she deserve a good life. She go through so much things in her life, and I want to give this woman a beautiful life. She deserves that. So I will never give up on myself. എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്താലും, എന്തൊക്കെ ഞാൻ കടന്നു പോയി കഴിഞ്ഞാലും, ഐ വിൽ നെവർ ഗിവ് അപ്പ് ഓൺ മൈസെൽഫ്. എനിക്കിപ്പോൾ പല കാര്യങ്ങളും അറിയില്ല, ഞാനൊരു ബിഗിനറാണ്. ഞാൻ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഡംബായിട്ട് ഫീൽ ചെയ്യാണ്. വളരെ സെൽഫ് ഡൗട്ടും പല കാര്യങ്ങളുമാണ് വരുന്നത്. പക്ഷേ ഞാൻ പഠിക്കും, ഞാൻ മിടുക്കിയാവും, ഞാൻ നന്നായി വരും. ഞാൻ ഒരിക്കലും എൻ്റെ സെൽഫിൽ ഗിവ് അപ്പ് ചെയ്യത്തില്ല. എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നെവർ ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്, ബി വിത്ത് യുവർ സെൽഫ്. ലൈഫിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കണം. യു ഹാവ് ടു ലവ് യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ടു ഷോ അപ്പ് ഫോർ യുവർ സെൽഫ്, ബിക്കോസ് നോബഡി വിൽ എവർ ഡു ദാറ്റ് ഫോർ യു. എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഇറ്റ് വിൽ ബി ഫൈൻ. ആൻഡ് എപ്പോഴും നിങ്ങളെ ഇതുപോലെ ചേർത്ത് പിടിക്കുക. യു ഹാവ് ടു ലവ് യുവർ സെൽഫ്. അലീഷ, പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. ഇപ്പം നിനക്ക് വളരെ ഡംബായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, നീ നിന്നെ കമ്പയർ ചെയ്യുന്നുണ്ടാവും, പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ബട്ട് ഇതെല്ലാം നിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നീ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, നിനക്ക് ഇമോഷൻസ് വരും. ഇറ്റ്സ് ഓക്കെ. It's okay to feel emotions. It's okay. But quitting is not okay. Give up ചെയ്യുന്നത് ഓക്കെ അല്ല. സോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുക, നിങ്ങളെ സേവ് ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. വേറെ ആരും വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്യില്ല, നമ്മളെ ഹീൽ ചെയ്ത് തരില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, നമുക്ക് വേണ്ടി സ്കില്ല് ബിൽഡ് ചെയ്യത്തില്ല. നമ്മൾ തന്നെ ഇറങ്ങണം. എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ ചലഞ്ചിൽ ഞാൻ ഫെയിലായി പോയല്ലോ, പിന്നെ ഞാൻ മറ്റുള്ള ക്രിയേറ്റേഴ്സിനെ പോലെ അല്ല, എൻ്റെ ഇത് ബോറിംഗ് ആണ്, എനിക്ക് പല തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ മീ. ഒരുപാട് റെസിസ്റ്റൻസ് എനിക്കിന്ന് വന്നിട്ടും, ഒരുപാട് ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ഞാൻ പോയിട്ടും, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ടാസ്കുകൾ ചെയ്തു. എനിക്ക് വേണ്ടി ഞാൻ ഷോ അപ്പ് ചെയ്തു, എനിക്ക് വേണ്ടി ഞാൻ നിന്നു, ഞാൻ എന്നെ കേട്ടു, എൻ്റെ കൂടെ നിന്നു. ഒരുപാട് മിസ്റ്റേക്സ് ഇന്ന് ഞാൻ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ഹാർഡായിട്ട് തോന്നും, വളരെ ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നമ്മളുടെ അടുത്ത് കൈൻഡായിട്ടിരിക്കണം, നമ്മളെ കേൾക്കണം, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് പതുക്കെ നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഒരിക്കലും നമ്മളെ ഇഗ്നോർ ചെയ്യരുത്. നമ്മൾ പാവല്ലേ, എല്ലാവരും പാവല്ലേ, അതുകൊണ്ട് നമ്മളൊരിക്കലും നമ്മളെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നമ്മളോട് തന്നെ നെഗറ്റീവ് പറയാതെ, നെഗറ്റീവ് തോട്ട്സ് അങ്ങനെ വന്ന് പൊക്കോട്ടെ, പക്ഷേ അതൊക്കെ വന്ന് പോയി കഴിഞ്ഞാലും നിങ്ങളോട് തന്നെ പറയാം, യു ആർ എനഫ്, യു ആർ ലവ്ഡ്, യു ആർ ബ്യൂട്ടിഫുൾ, യു ക്യാൻ ഡു ദിസ്, എവറിത്തിങ് വിൽ ബി ഫൈൻ, ഐ ലവ് യു. നിങ്ങളോട് തന്നെ നിങ്ങൾക്കത് പറയാൻ പറ്റണം. ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒന്ന് വന്നു, എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നി, ഞാൻ എന്നെ കമ്പയർ ചെയ്തു, എനിക്ക് ഒരുപാട് സെൽഫ് ഡൗട്ട് വന്നു, വളരെയധികം സങ്കടം തോന്നി, ദേഷ്യം വന്നു, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇത്രയും വർഷമായിട്ടുള്ള ശീലങ്ങൾ, നമ്മളുടെ രീതികൾ എല്ലാം നമ്മൾ മാറ്റുകയാണ്. പുതിയൊരു പേഴ്സൺ ആവുന്ന സമയത്ത് ബയോളജിക്കലി നമുക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. പുതിയ ന്യൂറൽ പാത്വേസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവും. പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് പഴയതിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഈ ഒരു ഫേസ്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് കടന്നു പോകുന്നതാണ് ടാസ്ക്.
പക്ഷെ അതിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. ചില ദിവസങ്ങളിൽ വളരെ ലോ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാം. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കും. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ലായിരുന്നു, എനിക്ക് റൂം ക്ലീൻ ചെയ്യാനോ ഒരു ടാസ്ക് ചെയ്യാനോ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ മൂഡ് നോക്കി നമുക്കങ്ങനെ ഇരിക്കാൻ കഴിയില്ല. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മളെ ഇഗ്നോർ ചെയ്യാനും പാടില്ല. പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ബി ദർ ഫോർ യുവർ സെൽഫ്. ഡോണ്ട് ഇഗ്നോർ യുവർ ഇമോഷൻസ്. ഡോണ്ട് ഇഗ്നോർ യുവർ സെൽഫ്. എനിക്കറിയാം, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാ രീതിയിലും ഒരുപാട് പ്രഷറും ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഐ എം എ ഹ്യൂമൻ ബീങ് ആൻഡ് ഐ ഹാവ് ഫീലിങ്സ് ആൻഡ് ഐ എം എ സെൻസിറ്റീവ് പേഴ്സൺ. സോ ഐ ഹാവ് സോ മച്ച് ഇമോഷൻസ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എനിക്കറിയാം എല്ലാം റെഡിയാവും. എനിക്ക് വേണ്ട ലൈഫ് ഞാനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എനിക്കൊരിക്കലും ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. മറ്റാരും വന്ന് എനിക്ക് വേണ്ടി എൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്ത് തരില്ല. അതുകൊണ്ട് ഐ ഹാവ് ടു ഷോപ്പ് ഫോർ മൈ സെൽഫ്. ഞാൻ സ്ട്രോങ് ആയിട്ട് എനിക്ക് വേണ്ടി നിന്നേ പറ്റുള്ളൂ. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരെയുള്ള ഒരു ലൈനൊന്നുമല്ല, അത് സ്പൈറൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചില ദിവസം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, ചില ദിവസം നമുക്ക് തീരെ ഓക്കെ അല്ലാത്ത പോലെ തോന്നും. ചിലപ്പോൾ ഒരു കറക്കം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ വിചാരിക്കും ഓക്കെ എല്ലാം റെഡിയായിരുന്നു, പക്ഷെ അടുത്ത കറക്കത്തിനുള്ള തുടക്കമായിരിക്കും അത്. ഇതിങ്ങനെ ഒരു ജേണിയാണ്. സോ നിങ്ങളെ ഹീൽ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളോട് കടന്നു പോകേണ്ടി വരും. സോ ഹീൽ യുവർ സെൽഫ്, ഹെൽപ്പ് യുവർ സെൽഫ്. യു ഡിസേർവ് ദാറ്റ്. ഞാൻ എന്നെ ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഡിസൈഡ് ചെയ്തു. ഒരുപാട് മിസ്റ്റേക്സ് എനിക്ക് പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ വരുത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാനും എന്നെ കുറച്ചും കൂടെ നന്നായിട്ട് നോക്കാനും അതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലെല്ലാം ഞാൻ എന്നെ കരകയറ്റും. ഈ ഒരു എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുന്ന ചെയ്യും. എനിക്കിനി പോയൊന്ന് ഫ്രഷായി വന്നിട്ട് ജേർണൽ ചെയ്യണം. കുറച്ച് നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ കിടക്കും. ഫ്രഷായി വന്നിട്ട് കുറച്ച് നേരം ഞാനിരുന്ന് ജേർണൽ ചെയ്തു. എൻ്റെ മനസ്സിലുള്ള സെൽഫ് ഡൗട്ടും സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം ഞാൻ എഴുതി. ഞാൻ ദൈവത്തോട് കുറേ നേരം സംസാരിച്ചു. അങ്ങനെ കുറേ നേരം ഞാൻ എൻ്റെ സെൽഫിൻ്റെ കൂടെ ഇരുന്നപ്പം എനിക്കൊരാശ്വാസമായി. അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നുപോയി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇന്ന് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷനിലൂടെ ഞാൻ കടന്നുപോയി. ടയേർഡായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് സെൽഫ് ഡൗട്ടും ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എന്നെ കുറച്ചും കൂടെ എന്നിലേക്ക് അടുപ്പിക്കുകയും എനിക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയും എൻ്റെ മിസ്റ്റേക്സും എൻ്റെ സ്ട്രെങ്ത്തും ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു. ഇന്നത്തെ ദിവസത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ദിവസം എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, ചുറ്റും നല്ല മനുഷ്യരുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുപോയി. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. ഇന്നത്തെ ദിവസം ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡാണ്. ഒരുപാട് റെസിസ്റ്റൻസും ബുദ്ധിമുട്ടും വന്നിട്ടും ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്നെ ചൂസ് ചെയ്തു, എൻ്റെ കൂടെ നിന്നു. എൻ്റെ മിസ്റ്റേക്സ് ഞാൻ മനസ്സിലാക്കി, അതിനകത്തുനിന്ന് പഠിച്ചു. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. എനിവേ ഐ എം ഗോയിങ് ടു എൻഡ് ദിസ് ഡേ. ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആൻഡ് നാളെ ഇതിനെക്കാട്ടി ഉഷാറായിട്ട് ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കണം. എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഐ വിൽ നെവർ ഗിവ് അപ്പ് ഓൺ മൈ സെൽഫ്. ഐ വിൽ ഷോ അപ്പ് ഫോർ മൈ സെൽഫ് ബിക്കോസ് ഐ ഡിസേർവ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ആൻഡ് ഐ വിൽ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ലൈഫ് ഫോർ മീ. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. യു ഡിസേർവ് ദാറ്റ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. Thank you so much for your valuable time. Take care, my dears. Bye.